നമ്മുടെ ചേർത്തലയിലുള്ള മെഹർ എന്ന് പറയുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ്, എന്തായാലും റെസ്റ്റോറൻറ്റിന് നല്ല പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശമെങ്കിലും നല്ല രീതിയിലുള്ള പേര് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശം. അപ്പോൾ മെഹർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വിഷു ആശംസിച്ചതാണ് ഈ മന്തിയുടെ പടവും മന്തി കഴിക്കാനിരിക്കുന്ന കണ്ണനെ പോലെ ഇരിക്കുന്നത്. ആ വെണ്ണയിലോട്ടെങ്കിലും കുറച്ച് തിരിച്ചു വെച്ചിരുന്നെങ്കിലും ആളുകൾ സമാധാനപ്പെട്ടതിന്. പക്ഷേ മനഃപൂർവ്വമായിട്ട് ഒരു 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 പ്രകോപനവും ഒരു ലഹളയൊക്കെ അഴിച്ചുവിടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് വ്യക്തമായിട്ട് ആ ന്യൂസിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എല്ലാവർക്കും അവരുടെ എല്ലാവർക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ആചാരങ്ങളും ഇതുണ്ടാകും. അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അതിനെതിരെ ചെയ്താൽ എല്ലാവരും ഇപ്പോൾ അത് സ്വയം അങ്ങ് ചിന്തിച്ചാൽ മതി. എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യർക്ക് പ്രത്യേകിച്ച് മതമില്ല, എല്ലാവരും ഒരിതാണ്. പക്ഷെ അതെന്തല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന, നമുക്കത് മൗലികമായിട്ടുള്ള നമ്മുടെ അവകാശം കൂടിയാണല്ലോ. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാൻ അത് ഫോളോ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്ന നിലയിൽ അത് അങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അതിപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ഭൂമിയൊന്നും ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അത് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു മതത്തിൻ്റെ ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു കാര്യം അത് ചെയ്യാൻ പോകുമ്പോൾ 10 പ്രാവശ്യം അതൊന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇത് കറക്റ്റ് എന്താണ് ഇന്നതുപോലെ ഒരു ഹാപ്പി വിഷു ആണ് പറഞ്ഞതൊക്കെ കാര്യം ശരി തന്നെ. മന്തി കഴിക്കാൻ പോകുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായ മറ്റു മതത്തിൻ്റെതായ, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും അവരുടേതായ രീതികളും നിയമങ്ങളും നല്ല ശക്തമായിട്ടുള്ള നിയമങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനെ ഫോളോ ചെയ്തില്ലെങ്കിലും അവഹേളിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. മനുഷ്യരാണ് കാര്യം ശരി തന്നെ. പക്ഷേ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്ന ഒരു ആചാരത്തെ അതിനെ അവഹേളിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക, ആലോചിച്ച് ചെയ്യുക. ഇത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ തരത്തിൽ അതിൻ്റെ അകത്ത് കമൻറ്റ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നും പറഞ്ഞാൽ അത് പറയാം. കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവമോ ദുരുദ്ദേശപരമോ ആയ പ്രകോപനത്തിന് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് പ്രകാരം ആൾക്കെതിരെ കേസെടുത്തു. അപ്പോൾ അതൊരു വകുപ്പായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അത് ആലോചിക്കുക, അത് എന്താണ് ഏതാണ്. അത് മന്തി കഴിക്കാൻ പോകുന്ന രീതിയിലിരിക്കുന്നത് ഇതിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ആചാരത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ തന്നെ എല്ലാവർക്കും അതേപോലെയുള്ള വികാരങ്ങളുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വിട്ടു, അതൊരു ലഹളയായിട്ട് മാറാമല്ലോ, സ്വാഭാവികമാണത്. എന്തായാലും ഹോട്ടൽ ഫേമസ് ആയിട്ടുണ്ട്, അതാണോ ഇനി ലക്ഷ്യമെന്നും പറയാൻ പറ്റില്ല. ഇവർക്ക് ഇത്രയും കാണിക്കാമെങ്കിൽ നമുക്കതും പറയാം. ഹോട്ടൽ ഫേമസ് ആകാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു തന്നെ. എന്തായാലും ഒരാൾ ക്രിയേറ്റ് ചെയ്തതാണല്ലോ ഇത്. എന്തായാലും ഇത്രയ്ക്ക് നല്ല ഒരു എഡിറ്റിങ്, നല്ലൊരു ആനിമേഷനൊക്കെ കൊടുക്കുന്നത് അത്ര അറിവില്ലാത്ത ആരുമല്ല ചെയ്തത്, നല്ല അറിവുള്ളവർ തന്നെ ചെയ്തത്. പിന്നെ ലക്ഷ്യം അവർ ആ മാപ്പ് പറഞ്ഞത് അല്ല രസം. അയാൾ മാപ്പ് പറഞ്ഞു, ഒക്കെ ശരി, മാപ്പ് പറഞ്ഞാൽ അത് ക്ഷമിക്കാവുന്ന തെറ്റുകളെന്ന് ഒരുപാട് പേര് അതിൻ്റെ അകത്ത് കമൻറ്റ് ഇടുന്നുണ്ട്. അത് ശരി തന്നെ, മാപ്പ് പറഞ്ഞാൽ അത് വകുപ്പിനനുസരിച്ച് അത് പൊയ്ക്കോളൂ. എന്താണെന്ന് വെച്ചാൽ അത് നിയമപരമായിട്ട് തന്നെ പൊയ്ക്കോട്ടെ. എല്ലാം അങ്ങനെ തന്നെ ആവണം, എല്ലാ കുറ്റകൃത്യങ്ങളും ഇങ്ങനെ തന്നെ ആവണം, അത്രയേ പറയാനുള്ളൂ. പക്ഷേ അയാളെ മാപ്പ് പറഞ്ഞ രീതി ശ്രദ്ധിച്ചു നിങ്ങൾ. അത് കേട്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ. ചിരിച്ചു കുഴഞ്ഞാണ് പറയുന്നത്, ചിരിച്ചു കുഴഞ്ഞ്. അത് അത്രയും വിലയെ അതിനുള്ളൂ എന്നർത്ഥം. ആ മാപ്പ് പറയുന്നതിന് ഇത്രയൊരു റെസ്പെക്റ്റ് ആവാം. മനസ്സിലായില്ലേ? എന്തായാലും ഇങ്ങനൊരു വിവരദോഷത്തരം നിങ്ങൾ ചെയ്തു. കാരണം നമ്മുടെ ട്രഡീഷനിൽ അത് പാടില്ലാത്തൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കണ്ണനെ ആ ഒരു മന്തിയുടെ മുന്നിൽ കഴിക്കുന്ന പോലെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള, നമ്മളത് ഇത്ര നെഗറ്റീവായിട്ട് കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ചിരിച്ചു കുഴഞ്ഞ് മാപ്പ് പറഞ്ഞതുകൊണ്ട് കണ്ടപ്പോൾ ഞാനിതൊന്നും അത്ര ഇതായിട്ട് എടുത്തല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു വിഷു ആശംസകൾ അയാൾ അറിയാതെ ഒരു പോസ്റ്റൊന്നും ചെയ്തില്ലല്ലോ, അത് ക്രിയേറ്റ് ചെയ്തു, ആളത് മാറ്റി, അങ്ങനെയുള്ളൊരു രീതിയിൽ പോയതായിരുന്നു. പക്ഷേ അയാളുടെ മാപ്പ് പറച്ചിൽ കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ദേഷ്യം വന്നു. അത് കൊഞ്ചി കുഴഞ്ഞ് ചിരിച്ച് മറിഞ്ഞ് അങ്ങ് ചെണ്ടമേളം കൂടി ആവായിരുന്നു മാപ്പ് പറഞ്ഞപ്പോൾ കേട്ടോ. ഇങ്ങനെ ഒരു മാപ്പ് പറയുന്നത്, ഒരു തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ അയാൾക്ക് എന്തൊരു തമാശ പോലെ. ആ മാപ്പ് പറച്ചിലിന് പെറ്റി അടക്കണം, കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയണേ ഫ്രണ്ട്സ്. ഇതിപ്പോൾ ഫോട്ടോ കൊണ്ടുവന്ന് അങ്ങനെ മന്തിയുടെ മുമ്പിൽ വെച്ചതും പോരാ, ഒരു മതത്തിനെ വീണ്ടും മാപ്പ് പറഞ്ഞ് വീണ്ടും കളിയാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനിയിപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ചെയ്തതാണെന്ന് നിങ്ങളുടെ ആ ചിരിയും കളിയും കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും നിങ്ങളുടെ ഹോട്ടൽ എന്തായാലും നല്ല ഫേമസ് ആയി, നിങ്ങളുടെ ബുദ്ധിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.